ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 8th ബയോളജിയുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഫോർ എക്സിസ്റ്റൻസ്, വൈവിധ്യം നിലനിൽപ്പിന് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. വളരെ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ മാത്രമല്ല, എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടാവാം. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കുവാനായി ഞാൻ എടുത്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാമെന്ന് നോക്കാം. ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ഓഡ്സ് ചാം ടു നേച്ചർ. പ്രകൃതിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് ജീവജാലങ്ങളുടെ സാന്നിധ്യവും വൈവിധ്യവുമാണ്. ലൈഫ് ഫോംസ് ആർ ഡൈവേഴ്സ് ബട്ട് നോ ഓർഗാനിസം ഇൻ നേച്ചർ എക്സിസ്റ്റ് ഇൻ ഐസൊലേഷൻ. എന്താണ്? ഒരു ജീവജാലം പോലും അല്ലെങ്കിൽ ഒരു ജീവി പോലും പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായോ കാണാൻ സാധിക്കില്ല. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലം. നോക്കാം. ബയോസ്ഫിയർ ഈസ് ദ പാർട്ട് ഓഫ് എർത്ത് വെയർ ലൈഫ് എക്സിസ്റ്റ്. ഭൂമിയിൽ ജീവൻ എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ പറയുന്ന പേരാണ് ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണെന്ന് പറയുന്നത് ജീവമണ്ഡലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് സോയിൽ, അറ്റ്മോസ്ഫിയർ ആൻഡ് വാട്ടർ. ഇത് എവിടെയൊക്കെ കാണാൻ കഴിയുന്നു? ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ചു കിടക്കുകയാണ്. അതായത് ആകാശത്ത് ഭൗമമണ്ഡലം കാണാൻ കഴിയും. ആകാശത്ത് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ, അന്തരീക്ഷത്തിൽ, ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന ഒരുപാട് ഓർഗാനിസംസ് നമുക്കറിയാം. മാത്രമല്ല, കടലിനടിയിലും എന്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും? ജീവജാലങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ജീവന്റെ സാന്നിധ്യം കാണാൻ കഴിയും. അപ്പോൾ എവിടെയെല്ലാം ജീവന്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? ബയോസ്ഫിയർ അല്ലെങ്കിൽ ജീവമണ്ഡലം എന്നാണ് പറയുന്നത്. Abiotic factors are also essential for the existence of the living world, which comprises of animals, plants and microorganisms. സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ ഇവയെല്ലാം കൂടിച്ചേർന്ന ജീവജാല മണ്ഡലത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കൂട്ടത്തിന് ഒരിക്കലും ബയോട്ടിക് ഫാക്ടേഴ്സ് മാത്രമല്ല, ജീവിയ ഘടകങ്ങൾ മാത്രമല്ല, അബയോട്ടിക് ഫാക്ടേഴ്സും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അജീവീയ ഘടകങ്ങളും ജീവജാലത്തിന്റെ ജീവൻ നിലനിൽക്കാൻ പ്രധാനപ്പെട്ട തന്നെയാണ്. പ്രധാനപ്പെട്ട അജീവീയ ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് സൺലൈറ്റ്, സൂര്യപ്രകാശം. മറ്റൊന്ന് സോയിൽ, മണ്ണ്. മറ്റൊന്ന് വാട്ടർ, വെള്ളം. ആൻഡ് ആൾസോ എയർ അല്ലെങ്കിൽ വായു. അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ജീവൻ, ലൈഫ് ഉണ്ടാവുകയുള്ളൂ, ജീവൻ നിലനിൽക്കുകയുള്ളൂ. നോക്കാം. സൺ ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഇൻ ദ ലിവിംഗ് വേൾഡ്. ഈ ഒരു ജീവലോകത്തിന് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഊർജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നാണ് ലഭിക്കുന്നത്. ഗ്രീൻ പ്ലാന്റ്സ് കൺവേർട്ട് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ത്രൂ ഫോട്ടോസിന്തസിസ്. ഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പോൾ എങ്ങനെയാണ് രാസോർജമാക്കി മാറ്റുന്നത്? ത്രൂ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടത്തി. അപ്പോൾ ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തി ലൈറ്റ് എനർജിയെ, പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു, കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. This energy get transferred into other organisms through food chain. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഒരു ഊർജത്തെ ഫുഡ് ചെയിൻ വഴി, ഭക്ഷ്യ ശൃംഖല വഴി മറ്റ് ജീവജാലങ്ങളിലേക്ക് എത്തുന്നു. ആ ഭക്ഷ്യ ശൃംഖലയിൽ ഒരുപാട്, ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസംസും പെടുന്നതാണ്. പ്ലാന്റ്സ് പെർഫോം ഫോട്ടോസിന്തസിസ് ആർ കാൾഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തുന്ന, പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യജാലങ്ങളെ നാം വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ എന്നാണ് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ്? പ്ലാന്റ്സ് ദാറ്റ് പെർഫോം ഫോട്ടോസിന്തസിസ് ആർ കാൾഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് തരുന്ന എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു ഫോട്ടോസിന്തസിസ് വഴി. ആ ഒരു ഫോട്ടോസിന്തസിസ് നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കിട്ടിയ എനർജിയെ മറ്റ് ജീവജാലങ്ങളിലേക്ക് ഭക്ഷ്യ ശൃംഖല വഴി, ഫുഡ് ചെയിൻ വഴി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു.
അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഓർഗാനിസത്തിന് ആണ് എന്ത് പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ദ ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ ഫുഡ് ആർ കാൾഡ് കൺസ്യൂമേഴ്സ്. എന്താണ്? ചെടികളെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾ. ഓക്കെ, ഉപഭോക്താക്കൾ. അപ്പോൾ എന്താണ്? ചെടികളെ ഡയറക്റ്റോ ഇൻഡയറക്റ്റായോ ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ജീവജാലങ്ങൾ ഓർഗാനിസംസ്. എന്നാൽ ദ കൺസ്യൂമേഴ്സ് ദാറ്റ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ആർ കാൾഡ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കൾ തന്നെ ചെടികളെ ഡയറക്റ്റ് ആയിട്ടോ നേരിട്ട് ആശ്രയിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. പ്രാഥമിക ഉപഭോക്താക്കൾ. ഓക്കെ, പ്രാഥമിക ഉപഭോക്താക്കൾ. ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ കാൾഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ, പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ജീവജാലങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ദ്വിതീയ ഉപഭോക്താക്കൾ എന്നാണ് പറയുന്നത്. ദ്വിതീയ ഉപഭോക്താക്കൾ. ഓക്കെ. ഓൾസോ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ കാൾഡ് ടെറിഷറി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ ഒരു സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ, ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്ന മറ്റു കുറേ ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നു? തൃതീയ ഉപഭോക്താക്കൾ എന്നാണ് പറയുന്നത്. തൃതീയ ഉപഭോക്താക്കൾ. അപ്പോൾ ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ എന്താണ്? ചെടികളെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നേരിട്ടോ അല്ലാതെയോ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു. അവ തന്നെ 3 തരത്തിലുണ്ട്: പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്. പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വെച്ചാൽ എന്താണ്? ചെടികളെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു, നേരിട്ട് എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിനായി ഡിപ്പെൻഡ് ചെയ്യുന്നു. ദ്വിതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ എന്താണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചെടികളെ കഴിക്കുന്ന അല്ലെങ്കിൽ ചെടികളെ ഉപയോഗിക്കുന്ന ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഫീഡ് ചെയ്തുകൊണ്ട്, ഫുഡാക്കിക്കൊണ്ട്, ഭക്ഷണമാക്കിക്കൊണ്ട് കഴിയുന്ന ഓർഗാനിസത്തിന് നമ്മൾ എന്ത് പറയുന്നു? ദ്വിതീയ ഉപഭോക്താക്കൾ എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് തൃതീയ ഉപഭോക്താക്കൾ? സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്ന ഓർഗാനിസംസ്. ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ എന്ത് പറയുന്നു? തൃതീയ ഉപഭോക്താക്കൾ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ഒരു എനർജി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ഇക്കോളജി. എന്താണെന്ന് നോക്കിയാലോ? ഇക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ്. ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും കുറിച്ചുള്ള പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത്? ഇക്കോളജി എന്ന് പറയുന്നത്. This branch of study includes different types of ecosystems, interaction between organisms, environment protections, etc. അപ്പോൾ ഈ ഒരു പഠനശാഖയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളെ പറ്റിയും, ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ്, ഓരോ ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ പറ്റിയും, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയും പഠനശാഖയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് മുതൽ ടെറിഷറി കൺസ്യൂമേഴ്സ് വരെ വരുന്ന വിവിധ ഓർഗാനിസംസ് ഉൾപ്പെട്ട ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫുഡ് ചെയിൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫുഡ് ചെയിൻ പലതരത്തിൽ നമുക്ക് ഈ ഒരു ഫുഡ് ചെയിൻ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ കഴിയും. ഗ്രാസ് ഹോപ്പർ എന്ത് ചെയ്യുന്നു? ഗ്രാസ് കഴിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് ആയ ഗ്രാസിനെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പർ, ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗ് അല്ലെങ്കിൽ ചമിലിയോൺ, ചമിലിയോണിനെ കഴിക്കുന്ന ഈഗിൾ അല്ലെങ്കിൽ ആരാണ്? ടൈഗർ. അപ്പോൾ ഇവയൊക്കെ എന്താണ്? പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവയെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഫുഡ് ചെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഫുഡ് ചെയിനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കിയാലോ? ദ ടേം ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ ഫുഡ് ചെയിൻ. ഒരു ജീവിയുടെ ഭക്ഷ്യ ശൃംഖലയിലുള്ള സ്ഥാനത്തെയാണ് ട്രോഫിക് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പൊസിഷൻ, സ്ഥാനം ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ ഫുഡ് ചെയിൻ. ഒരു ജീവിയുടെ ഫുഡ് ചെയിനിലെ സ്ഥാനത്തെയാണ് ട്രോഫിക് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻസ് ദ ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ദ പ്ലാന്റ്സ്,
ഒരു ഫുഡ് ചെയിൻ, ഒരു ഭക്ഷ്യ ശൃംഖല ചെടിയിൽ നിന്നാണ്, പ്ലാന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദേ റെപ്രസെന്റ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അപ്പോൾ ചെടികളായിരിക്കും അവിടത്തെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ ഒരു ഭക്ഷ്യ ശൃംഖല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. ഹെർബിവോർസ് that derive food directly from plants are included in the second trophic level. ഈ പറയപ്പെടുന്ന സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവജാലങ്ങൾ, സസ്യാഹാരികൾ അല്ലെങ്കിൽ സസ്യ ഭോജികൾ, ഇവയായിരിക്കും ഈ ഒരു ലെവലിൽ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്. സെക്കൻഡ് പോഷണ തലങ്ങളിൽ വരുന്നത് ഹെർബിവോർസ് ആയിരിക്കും, അല്ലെങ്കിൽ സസ്യാഹാരികളായിരിക്കും. ഈ പറയപ്പെടുന്ന സസ്യാഹാരികളെ ഭക്ഷണത്തിനായി അല്ലെങ്കിൽ പോഷണത്തിനായി മാംസാഹാരികൾ ഭക്ഷണമാക്കാറുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഏത് ലെവലിൽ ഉൾപ്പെടുത്താം? തേർഡ് ട്രോഫിക് ലെവലിൽ ഉൾപ്പെടുത്താം. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ നമ്മൾ പ്ലാന്റ്സിനെ ഉൾപ്പെടുത്തി. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഹെർബിവോഴ്സിനെ, ഈ സസ്യങ്ങളെ ആഹാരമാക്കുന്നവരെ ഉൾപ്പെടുത്തി. തേർഡ് ട്രോഫിക് ലെവലിൽ കാർണിവോഴ്സിനെ, മാംസാഹാരികളെ ഉൾപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? ഈ ഒരു സസ്യങ്ങളെ ഭക്ഷണമാക്കുന്ന ജീവികളെ കഴിക്കുന്ന മാംസാഹാരികളെ നമ്മൾ തേർഡ് ട്രോഫിക് ലെവലിലാണ് ഉൾപ്പെടുത്തിയത്. Predators that prey on carnivores represent the fourth trophic level. ഈ പറയപ്പെടുന്ന കാർണിവോഴ്സിനെ ഭക്ഷണമാക്കുന്ന ഓർഗാനിസംസ്, മാംസാഹാരികളെ ഭക്ഷണമാക്കുന്ന ഇരപിടിയന്മാരെ നമുക്ക് ഏത് ട്രോഫിക് ലെവൽ ഉൾപ്പെടുത്താം? ഫോർത്ത് ട്രോഫിക് ലെവൽ ഉൾപ്പെടുത്താം. നാലാം പോഷണ തലത്തിൽ ഉൾപ്പെടുത്താം. As the food web turns increasingly complex, the same organisms may represent different trophic levels. ഈ ഒരു ഫുഡ് ചെയിൻ സങ്കീർണമാകുന്നതിലൂടെ ഓരോ ജീവജാലങ്ങളുടെയും ട്രോഫിക് ലെവൽസിനും വ്യത്യാസമുണ്ടാകാം. നമ്മളൊരു ഫുഡ് ചെയിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു ട്രോഫിക് ലെവൽ പറയുന്നത്. പ്ലാന്റ് മുതലാണ് നമ്മളൊരു ട്രോഫിക് ലെവൽ പറയുന്നതെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്ലാന്റ് വെക്കും. പ്ലാന്റ്സിനെ കഴിക്കുന്ന സെക്കൻഡ് ജീവികളെ അല്ലെങ്കിൽ ഹെർബിവോഴ്സിനെ നമ്മൾ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വെക്കും. തേർഡ് ട്രോഫിക് ലെവലിൽ ആരെ വെക്കും? കാർണിവോഴ്സിനെ വെക്കും. കാർണിവോഴ്സിന്റെ തൊട്ട് മുകളിലായിട്ട് കാർണിവോഴ്സിനെ കഴിക്കുന്ന പ്രെഡേറ്റേഴ്സിനെ വെക്കും ഫോർത്ത് ട്രോഫിക് ലെവലിൽ. എന്നാൽ നമ്മളൊരു മൈക്രോ ഓർഗാനിസംസ് മുതലാണ് ഒരു ട്രോഫിക് അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിൻ തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ആരായിരിക്കും വരുന്നത്? മൈക്രോ ഓർഗാനിസം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ളത് എവിടെ നിന്നാണോ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവയിൽ നിന്ന് ഫസ്റ്റ് ട്രോഫിക് ലെവലും എവിടെയാണോ തീരുന്നത് അവയായിരിക്കും ലാസ്റ്റ് ട്രോഫിക് ലെവലിലും നിൽക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യാണ്. ആ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ, ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗിനെ കഴിക്കുന്ന ഈഗിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ട്രോഫിക് ലെവലിൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാഡി, ഗ്രാസ്, വേറെ എന്തോ ആവാം, ഫുഡ് ചെയിൻ അനുസരിച്ച് മാറാം. നമ്മൾ ഈ ഒരു ഫുഡ് ചെയിനെ കൺസിഡർ ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഹെർബിവോഴ്സ് ആണ്. ഇവിടെ ഹെർബിവോഴ്സ് ആയിട്ട് നമുക്ക് ആരെയാണ്? നമ്മുടെ ഫുഡ് ചെയിൻ ഉള്ളത് ഗ്രാസ് ഹോപ്പർ ആണ്. സോ നമുക്ക് എഴുതാം ഗ്രാസ് ഹോപ്പർ. തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷണമാക്കുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്. ഇവിടെ നമ്മുടെ ഫുഡ് ചെയിനുള്ളത് ഫ്രോഗാണ്. നമുക്കിവിടെ ആരെ ഉൾപ്പെടുത്താം? ഫ്രോഗിനെ ഉൾപ്പെടുത്താം. ഫ്രോഗിനെ കഴിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഫ്രോഗിനെ കഴിക്കുന്ന ഓർഗാനിസമാണ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരേണ്ടത്. ടെർഷറി കൺസ്യൂമേഴ്സ് ആയിരിക്കണം അവർ. ഇവിടെ നമ്മുടെ ഫുഡ് ചെയിൻ ഉള്ളത് ഈഗിളാണ്. ഇതുപോലെ മറ്റൊരു ഫുഡ് ചെയിൻ നമ്മൾ പരിഗണിച്ചാൽ ട്രോഫിക് ലെവലിൽ മറ്റ് ഓർഗാനിസംസിനെയും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. പലതരത്തിലുള്ള ഫുഡ് ചെയിൻസിനുള്ള എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് ഗ്രാസ്, റാബിറ്റ്, ഈഗിൾ. എന്ത് ചെയ്യുന്നു? പുല്ല്, മുയല്, ഈഗിൾ, പരുന്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പരുന്ത് റാബിറ്റിനെ കഴിക്കുന്നു, റാബിറ്റ് ആരെ കഴിക്കുന്നു? ഗ്രാസ് കഴിക്കുന്നു. രണ്ടാമത്തെ ഫുഡ് ചെയിനിൽ ഗ്രാസ് ഹോപ്പർ, കലോട്ടസ്, ഈഗിൾ. പുല്ല്, പുൽച്ചാടി, ഓന്ത്, പരുന്ത്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അറിയാൻ പറ്റും. മൂന്നാമത്തെ ഫുഡ് ചെയിനിൽ ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ ഫുഡ് ചെയിനിലും ആദ്യത്തെ ഫുഡ് ചെയിനിൽ 3 പേരാണ് വരുന്നത്. രണ്ടാമത്തെ ഫുഡ് ചെയിനിൽ 4 പേര് വരുന്നുണ്ട്. മൂന്നാമത്തെ ഫുഡ് ചെയിനിൽ 5 പേര് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ട്രോഫിക് ലെവൽ വരുന്നത് നോക്കാം. The number of trophic levels and the position of organisms in the trophic levels of the ecosystem is not constant.
ഈ ഒരു ട്രോഫിക് ലെവലുള്ള ഓർഗാനിസത്തിൻ്റെ പൊസിഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. മാത്രമല്ല ട്രോഫിക് ലെവൽസിൻ്റെ എണ്ണവും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇറ്റ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോംപ്ലക്സിറ്റി ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫുഡ് ചെയിൻ. അപ്പോൾ ഈ ഒരു ട്രോഫിക് ലെവൽ ഫുഡ് ചെയിനിൻ്റെ കോംപ്ലക്സിറ്റിക്ക്, അതായത് സങ്കീർണതയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫുഡ് ചെയിൻ വലുതാവും തോറും ട്രോഫിക് ലെവൽസിൻ്റെ എണ്ണവും കൂടും. ഫുഡ് ചെയിൻ ചെറുതാവുമ്പോൾ ട്രോഫിക് ലെവൽസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ഏറ്റവും താഴെ വരുന്നവരെ നമ്മൾ എന്തായിട്ട് കൂട്ടും? ഫസ്റ്റ് ട്രോഫിക് ലെവലിലും ഏറ്റവും മുകളിൽ വരുന്നവരെ ഏറ്റവും ലാസ്റ്റ് ട്രോഫിക് ലെവലിലുമായിരിക്കും ഉൾപ്പെടുത്തുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ. There are many interactions in nature that we do not see or realize. നമുക്ക് കാണാൻ കഴിയാത്തതും മനസ്സിലാക്കാത്തതുമായ ഒരുപാട് തരത്തിലുള്ള പ്രതിവർത്തനങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. These interactions maintain the balance and stability of the ecosystems. ഈ ഒരു പ്രതിവർത്തനമാണ് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനും സന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നത്. ഫുഡ് റിലേഷൻസ് ആർ വിസിബിൾ ഇൻസ്റ്റൻസസ് ഓഫ് ഇൻ്ററാക്ഷൻസ് എമോങ് ഓർഗാനിസംസ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്ററാക്ഷനാണ് ഫുഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രതിവർത്തനമാണ് എന്താണ്? ആഹാര മേഖലയിലുള്ള അവരുടെ റിലേഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളുകളിൽ ഒന്നാണ് പാരസൈറ്റിസം അല്ലെങ്കിൽ പരാദജീവനം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബെനഫിഷ്യൽ ടു വൺ ആൻഡ് ഹാംഫുൾ ടു ദി അതർ. ഒരാൾക്ക്, ഒരു ജീവജാലത്തിന് ഗുണകരമാവുകയും മറ്റൊന്നിന് ദോഷകരമാവുകയുമാണ് ചെയ്യുന്നത്. ദ പാരസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് ഫോർ ന്യൂട്രീഷൻ. പരാദം എന്ത് ചെയ്യുന്നു? ആതിഥേയനെ പോഷണത്തിനായി ആശ്രയിക്കുന്നു. അതായത് അതിന് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്. മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തരം ചെടിയാണ് ലൊറാന്തസ് അല്ലെങ്കിൽ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തിൽ കണ്ണി മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിൽ കണ്ണി മാവിൻ്റെ പോഷണങ്ങൾ എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. ന്യൂട്രിയൻസ് വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. അത് മാവിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. എന്നാൽ ലൊറാന്തസിന് അതുകൊണ്ട് ഗുണകരവുമാണ്. ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനത്തിന് അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് പ്രഡേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരപിടുത്തം എന്ന് പറയുന്നത്. ഇവിടെയും എന്ത് സംഭവിക്കുന്നു? ബെനഫിഷ്യൽ ടു വൺ ബട്ട് ഹാംഫുൾ ടു ദി അതർ. ഒരാൾക്ക് ഗുണകരവുമായും മറ്റൊരാൾക്ക് ദോഷകരമായും ബാധിക്കുന്നു പ്രഡേഷനിലും. പ്രേ ബിക്കംസ് ദ ഫുഡ് ഫോർ ദ പ്രഡേറ്റർ. ഇരപിടിയന് ഇരയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ ഡീർ ആൻഡ് ടൈഗർ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്താണ്? ടൈഗറിന്, കടുവയ്ക്ക് വേണ്ടിയിട്ട് ഇരയാവുകയാണ് ചെയ്യുന്നത് ആര്? ഡീർ. അതുകൊണ്ട് ഡീറിന് ദോഷകരമായും ടൈഗറിന് അത് ഫുഡാണ്, അതുകൊണ്ട് ഗുണകരമായി ബാധിക്കുകയും ചെയ്യുന്നു. എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, മത്സരം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹാംഫുൾ ടു ബോത്ത് ഇൻ ദ ബിഗിനിങ്. രണ്ട് കൂട്ടർക്കും ദോഷകരമായാണ് തുടക്കത്തിൽ ബാധിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിക്കും? ദെൻ ബെനഫിഷ്യൽ ടു വൺ ഹു വിൻസ്. ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഗുണകരമായിട്ട് മാറും. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും തുടക്കത്തിൽ ബിഗിനിങ്ങിൽ ഹാംഫുൾ ആയിരിക്കും. എന്നാൽ വിജയിക്കുന്ന ആൾക്കാരാണോ അവരായിരിക്കും പിന്നീട് ഗുണകരമായിട്ട് മാറുന്നത്. അതാണ് കോമ്പറ്റീഷൻ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പാഡി ആൻഡ് വീഡ്സ് ആണ്. നെല്ലും കളകളുമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും ഒരേപോലെ ഓവർകം ചെയ്ത് വരാനായിട്ട് നോക്കും. പക്ഷെ അതിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് അവിടെ നന്നായിട്ട് വളർന്നു വരാൻ സാധിക്കും. അതാണ് നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുന്നത്. എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ്റെ പ്രതിവർത്തനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കൊമൻസാലിസം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബെനഫിഷ്യൽ ടു വൺ ആൻഡ് ഈസ് നെയ്തർ ബെനഫിഷ്യൽ നോ ഹാംഫുൾ ടു ദി അതർ. ഒരു കൂട്ടർക്ക് ഗുണകരമായും മറ്റൊരു കൂട്ടർക്ക് ദോഷകരമോ ഗുണകരമോ അല്ലാതെ ബാധിക്കുന്നു. ഇതാണ് കൊമൻസാലിസത്തിൻ്റെ പ്രത്യേകത. അതിന് എക്സാമ്പിൾ മാംഗോ ട്രീ ആൻഡ് വാണ്ട. എന്താണ്? മരവാഴയും മാവും. ഇവിടെ സംഭവിക്കുന്നത് മാവിൽ വളരുന്ന മരവാഴ മാവിന് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ മരവാഴയ്ക്ക് ഷെൽട്ടറും അത് മാത്രമല്ല മരവാഴയ്ക്ക് ഒരു സപ്പോർട്ടുമാണ് ആര് നൽകുന്നത്? മാംഗോ ട്രീ നൽകുന്നത്. മരവാഴയെ കൊണ്ട് നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മരവാഴ വളർന്നത് കൊണ്ടോ മാംഗോ ട്രീക്ക് അല്ലെങ്കിൽ മാവിന് യാതൊരുവിധ ദോഷവും അത് കാരണം ഉണ്ടാകുന്നില്ല. എക്കോളജിക്കൽ ഇൻ്ററാക്ഷനുമായി ബന്ധപ്പെട്ട പ്രതിവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഉദാഹരണമാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ബെനഫിഷ്യൽ ടു ബോത്ത് ദി ഓർഗാനിസംസ്. രണ്ട് ജീവികൾക്കും ഗുണകരമായി ബാധിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിന് എക്സാമ്പിളാണ് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, പൂവും പൂമ്പാറ്റയും. പൂവിൽ നിന്ന് ലഭിക്കുന്ന നെക്ടർ, തേൻ എന്ന് പറയുന്നത് പൂമ്പാറ്റയ്ക്ക് ഭക്ഷണമായും, എന്നാൽ പൂമ്പാറ്റയെ കൊണ്ട് പൂവുകൾക്ക് പരാഗണത്തിനും സഹായിക്കുന്നു. അങ്ങനെ രണ്ട് കൂട്ടർക്കും ഗുണകരമായാണ് ഇവിടെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്?
എക്കോളജിക്കൽ ഇന്ററാക്ഷൻസിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്, ജീവബന്ധങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു പാരസൈറ്റിസം പറഞ്ഞു, അതിന് എക്സാമ്പിൾ പറഞ്ഞു. ഒരു കൂട്ടർക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നു, മറ്റൊരു കൂട്ടർക്ക് ഗുണകരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞതാണ് പ്രഡേഷനിൽ എന്താണ് സംഭവിച്ചത്, ഇരപിടുത്തത്തിൽ എന്താണ് സംഭവിച്ചത്, ഒരു കൂട്ടർക്ക് ദോഷകരമായും ഒരു കൂട്ടർക്ക് ഗുണകരമായും ബാധിക്കുന്നു എന്ന് പറഞ്ഞു, അതിന് എക്സാമ്പിളും പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് കോമ്പറ്റീഷൻ ആണ്. ആദ്യം എന്ത് സംഭവിക്കുന്നു, മത്സരത്തിൽ എന്ത് സംഭവിക്കുന്നു, ആദ്യം രണ്ടുപേര് തമ്മിലും ദോഷകരമായിട്ട് ബാധിക്കുമെങ്കിലും പിന്നീട് ഒരു കൂട്ടർക്ക് ജയം ഉണ്ടാവുന്ന കൂട്ടർക്ക് ഗുണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നാലാമതായി വരുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് കൊമൻസാലിസത്തിനെ പറ്റിയാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു കൂട്ടർക്ക് ഗുണമുണ്ടാവുകയും മറ്റൊരു കൂട്ടർക്ക് ഗുണമോ ദോഷമോ ഉണ്ടാവുകയില്ല, പ്രത്യേകിച്ച് അവർക്കൊന്നും സംഭവിക്കില്ല. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അവസാനം പറഞ്ഞത് എന്താണ്, മ്യൂച്വലിസമാണ്, രണ്ടു കൂട്ടർക്കും ഗുണകരമായി മാത്രം ബാധിക്കുന്നത്, അതിന് എക്സാമ്പിളും പറഞ്ഞു. ഓക്കെ അല്ലേ? അടുത്തതായി നമുക്ക് നോക്കേണ്ട ടോപ്പിക്കാണ് ഡൈവേഴ്സ് എക്കോസിസ്റ്റം, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ. ഓരോ ജീവജാലത്തിനും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിനും പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ് ഉള്ളത്. കാട്ടിൽ വസിക്കുന്ന പുലി ഒരിക്കലും എവിടെ വസിക്കില്ല, സമുദ്രത്തിൽ വസിക്കില്ല. അപ്പോൾ ഓരോ ജീവജാലത്തിന്റെയും ശരീരത്തിന്റെ അഡാപ്റ്റേഷൻ അനുസരിച്ചായിരിക്കും അവരുടെ എക്കോസിസ്റ്റം, അവരുടെ എന്ത് മാറുന്നത്, ആവാസ വ്യവസ്ഥ മാറുന്നത്. അപ്പോൾ ഏതൊക്കെ ആവാസ വ്യവസ്ഥകളിലാണ് ഓരോ അനിമൽസും കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഫോറസ്റ്റ്, കാട്ടിൽ അല്ലെങ്കിൽ വനത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമുക്കറിയാം. മാത്രമല്ല ഓഷ്യൻ, സമുദ്രത്തെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സമുദ്രത്തെ ആവാസ വ്യവസ്ഥയാക്കി ജീവിക്കുന്ന ഒരുപാട് അനിമൽസ് ഉണ്ട്. മാത്രമല്ല ഗ്രാസ് ലാൻഡ്, പുൽമേടുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആനിമൽസ് ഉണ്ട്. തുന്ദ്ര റീജിയൻ, നല്ല തണുത്ത അന്തരീക്ഷമുള്ള ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പോളാർ ബിയർ പോലുള്ള ആനിമൽസിനെയൊക്കെ നമുക്കറിയാം. മാത്രമല്ല തണ്ണീർത്തടം, വെറ്റ് ലാൻഡ്, അപ്പം അതും എന്താണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്. അവസാനമായി വരുന്ന ഡെസേർട്ടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് അനിമൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാമൽ പോലുള്ള അനിമൽസിനൊക്കെ ഡെസേർട്ടിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ടെന്ന് മനസ്സിലായില്ലേ? അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. എന്താണ് ജൈവ വൈവിധ്യം? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നോക്കാം. ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് all the diverse organisms that inhabit the earth along with their ecosystem. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവയുടെ എക്കോസിസ്റ്റവും ആവാസ വ്യവസ്ഥയും ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ഓർഗാനിസംസ് ഉണ്ട്, അവർക്ക് വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ ജൈവ വൈവിധ്യത്തെയും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളെയും വ്യത്യസ്തങ്ങളായ അവരുടെ ആവാസ വ്യവസ്ഥയെയും ചേർത്ത് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്നത്. Biodiversity includes various levels like ecosystem diversity, species diversity and genetic diversity. ഈ പറയുന്ന ജൈവ വൈവിധ്യത്തിൽ എന്തെല്ലാം തരത്തിൽ അല്ലെങ്കിൽ എന്തെല്ലാം ലെവലിലാണ് ഡൈവേഴ്സിറ്റി ഉൾപ്പെടുന്നത് നോക്കിയാലോ. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ വൈവിധ്യം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എന്താണ്, സ്പീഷീസുകളുടെ വൈവിധ്യം. ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, ജനിതക വൈവിധ്യം. അപ്പോൾ പലതരത്തിലുള്ള വൈവിധ്യം കാണാൻ കഴിയും. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. This term, which denotes the richness of the biosphere, was first used by a British environmentalist, Walter G. Rosen. അപ്പോൾ ഈ പറയപ്പെടുന്ന ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയുടെ വൈവിധ്യങ്ങളെ സൂചിപ്പിക്കുന്ന നമ്മുടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് ആദ്യമായി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആദ്യമായി പറയുന്നത് 1985 വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അപ്പോൾ 1985 വാൾട്ടർ ജി റോസൻ എന്ന സയന്റിസ്റ്റാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി കൊണ്ടുവരുന്നത്. പലതരത്തിലുള്ള ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു. അടുത്തതായി ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസസ്, ജൈവ വൈവിധ്യം നമുക്ക് തരുന്ന സേവനങ്ങൾ പ്രധാനമായിട്ട് 4 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്, അവശ്യ വസ്തുക്കളുടെ ലഭ്യത. രണ്ടാമത്തേത്, എക്കോളജിക്കൽ സർവീസസ്, പാരിസ്ഥിതിക സേവനങ്ങൾ.
മൂന്നാമത്തേത് ഓക്സിലറി സർവീസസ്, സഹായ സേവനങ്ങൾ. ആൻഡ് ഓൾസോ കൾച്ചറൽ സർവീസസ്, സാംസ്കാരിക സേവനങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സേവനങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് തരുന്നത്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് തരുന്നത് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. ഭക്ഷണം, മരുന്ന്, ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ, ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, എന്താണ്, നിർമ്മാണ വസ്തുക്കൾ. ഇപ്പോൾ പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസസിൽ ഒന്നാമത് വരുന്നത് എന്താണ്, അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ് ആണ്, അവശ്യ വസ്തുക്കളുടെ ലഭ്യതയാണ്. അതിനകത്ത് വരുന്ന 4 കാര്യങ്ങൾ ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. രണ്ടാമതായി വരുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസസിൽ വരുന്നതാണ് ഇക്കോളജിക്കൽ സർവീസസ്, പാരിസ്ഥിതിക സേവനങ്ങൾ. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് സോയിൽ ഫോർമേഷൻ, മണ്ണ് രൂപീകരണം. മറ്റൊന്നാണ് പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയൽ. O2 CO2 ബാലൻസ്, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സന്തുലനം. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, എന്താണ്, ശുദ്ധജല ലഭ്യത. കൺട്രോൾ ഓഫ് ഫ്ലഡ്, വെള്ളപ്പൊക്ക നിയന്ത്രണം. ആൻഡ് ഓൾസോ ക്ലൈമറ്റ് കൺട്രോൾ. അപ്പം പാരിസ്ഥിതിക സേവനങ്ങളിൽ പ്രധാനമായി വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസസിൽ ഓക്സിലറി സർവീസസ്, സഹായ സേവനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തേത് ന്യൂട്രിയൻ സൈക്ലിംഗ് ആണ്, പോഷക ചംക്രമണം. കാരണം പോഷകം കൃത്യമായിട്ട് എത്തിക്കുക, അല്ലെങ്കിൽ പോഷക ചംക്രമണത്തിലൂടെ ഒരു ഓർഗാനിസത്തിനെ പിടിച്ചു നിർത്തുക. മറ്റൊന്ന് പോളിനേഷൻ, പരാഗണം. തേർഡ് വൺ ഈസ് ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണം. ആൻഡ് ഓൾസോ സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം. അപ്പോൾ ബയോളജിക്കൽ സർവീസസ്, സഹായ സർവീസസ് അല്ലെങ്കിൽ സഹായ സേവനങ്ങളിൽ വരുന്ന 4 കാര്യങ്ങളാണ് ന്യൂട്രിയൻ സൈക്ലിംഗ്, പോളിനേഷൻ, ബയോളജിക്കൽ കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പോസൽ. ഇനി വരുന്നതാണ് കൾച്ചറൽ സർവീസസ് അല്ലെങ്കിൽ സാംസ്കാരിക സേവനങ്ങൾ. ബയോഡൈവേഴ്സിറ്റിയുടെ സേവനങ്ങളിൽ 4ാമതായി വരുന്നതാണ് കൾച്ചറൽ സർവീസസ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? എസ്തെറ്റിക്സ് ആണ് ആദ്യത്തെ. എന്താണ് എസ്തെറ്റിക്സ്? സൗന്ദര്യ ആസ്വാദനത്തിനെയാണ് നമ്മൾ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റീക്രിയേഷൻ, വിനോദ സഞ്ചാരങ്ങൾ, വിനോദങ്ങൾ എന്നതാണ് റീക്രിയേഷൻ്റെ മറ്റൊരു വേർഡ്. ഇപ്പോൾ കൾച്ചറൽ സർവീസസിൽ വരുന്നത് എസ്തെറ്റിക്സ്, സൗന്ദര്യ ആസ്വാദനം, റീക്രിയേഷൻ വിനോദം, സ്റ്റഡി എന്താണ് പഠനങ്ങൾ, ആൻഡ് ഓൾസോ റിച്വൽസ് ആൻഡ് ദെയർ പ്രാക്ടീസ്, ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ സർവീസസ് 4 എണ്ണമാണുള്ളത്. അവയിൽ ഓരോന്നിലും എന്താണ് ഓരോ സർവീസസ് വരുന്നുണ്ട്. നമ്മുടെ ആവശ്യ വസ്തുക്കളുടെ ലഭ്യതയിൽ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പാരിസ്ഥിതിക സേവനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓക്സിലറി സർവീസസിൽ സഹായ സേവനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓൾസോ കൾച്ചറൽ സർവീസ്, സാംസ്കാരിക സേവനങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷൻ, ജൈവ വൈവിധ്യ ശോഷണം. എന്താണ് ഇവിടെ പറയുന്നത്? ബേർഡ്സ് ആർ ഫൗണ്ട് എവരിവെയർ. പക്ഷികളെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നവയാണ്. ബേർഡ്സ് ഫാൾ ഈസി വിക്ടിംസ് ടു ചേഞ്ച് ഇൻ ദ എക്കോസിസ്റ്റം. പരിസ്ഥിതി മാറുന്നതിൽ ഏറ്റവും കൂടുതൽ ഇരകൾ ആകുന്നത് പക്ഷികളാണ്. കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പക്ഷികളെയാണ്. ബേർഡ് വാച്ചിങ് ഈസ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ്ലി സയന്റിഫിക് ഹോബി. വളരെ കൗതുകകരമായതും വളരെ സയന്റിഫിക് പരമായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ഹോബിയായിട്ട് നമുക്ക് എന്തിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്? പക്ഷി നിരീക്ഷണത്തെ, ബേർഡ് വാച്ചിങ്ങിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് നമുക്കുണ്ട്. എന്നാൽ എന്താണ് ഈ എക്കോസിസ്റ്റത്തിന്റെ ചേഞ്ചിലൂടെ ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആവുന്നുണ്ടെങ്കിൽ എൻഡേഞ്ചേർഡ് സ്പീസീസിൽ ഉൾപ്പെടുന്നുണ്ട്. Our surroundings were once rich in a multitude of birds like this. ഈ കാണുന്ന പക്ഷികൾ പോലെ ഒരുപാട് വൈവിധ്യമാർന്ന പക്ഷി കൂട്ടങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ മൂലമോ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നശീകരണം മൂലമോ നമ്മളിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയ ഒരുപാട് തരത്തിലുള്ള ആനിമൽസ് ഉണ്ട് അല്ലെങ്കിൽ പക്ഷികളുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ലോസ്റ്റലിങ്സ് അല്ലെങ്കിൽ അറ്റുപോയ കണ്ണികൾ. അതിൽ ആദ്യത്തെ ഉദാഹരണമാണ് ഡോഡോ പക്ഷി. ഡോഡോ, എ കൈൻഡ് ഓഫ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്, വാസ് കോമൺ ഇൻ ദ ഐലൻഡ് ഓഫ് മൗറീഷ്യസ്. എന്താണ്? ഒരു മൗറീഷ്യസിൽ ഒരു ദ്വീപിൽ കാണപ്പെടുന്ന പറക്കാൻ കഴിയാത്തൊരു പക്ഷിയായിരുന്നു ഡോഡോ എന്ന് പറയുന്നത്. ഡോഡോ പക്ഷി ഇപ്പോൾ നമുക്ക് ആ ഒരു ഐലൻഡിൽ കാണാൻ കഴിയില്ല. ആ ഒരു ഐലൻഡിൽ എന്ന് മാത്രമല്ല നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ എന്ത് പറ്റി? അത് വംശനാശം സംഭവിച്ചു പോയി, അത് അപ്രത്യക്ഷമായി. കാരണം മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ആ ഒരു പക്ഷിക്ക് അല്ലെങ്കിൽ ആ ഒരു കിളിക്ക് എന്ത് സംഭവിച്ചത്? വംശനാശം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർ ആയിപ്പോയത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് അതർ സ്പീഷീസ് which have become extinct include passenger pigeons which flew in lark along the North American seas.
നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ആകാശങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു തരം പ്രാവുകളായിരുന്നു പാസഞ്ചർ പീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവ എന്ത് സംഭവിച്ചു? അവയും നമ്മുടെ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. കാരണം എന്തായിരിക്കും? പലതരത്തിലുള്ള റീസൺസും ഉണ്ടാവാം. അതുപോലെ മറ്റൊരു ഓർഗാനിസമാണ് ക്വാഗ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. അതൊരു സീബ്ര വെറൈറ്റിയുടെ ഒരു വൈൽഡ് സീബ്ര വെറൈറ്റിയാണ്. അത് കാണാൻ കഴിയുന്നത് ആഫ്രിക്കയുടെ സൗത്ത് പാർട്ടിലാണ്. ദക്ഷിണ ഭാഗത്ത് കാണാൻ കഴിയുന്ന ഒന്നാണ് ക്വാഗ എന്ന് പറയുന്ന ഒരു വൈൽഡ് സീബ്ര വെറൈറ്റി. അതും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരുപാട് ജീവജാലങ്ങൾ ഇനിയും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാം. പലതരത്തിലുള്ള കാരണങ്ങൾ മൂലമാവും. കാരണം അവരുടെ ആവാസ വ്യവസ്ഥയുടെ നശീകരണം മൂലമോ, അത് മനുഷ്യന്റെ ഇടപെടൽ മൂലമോ, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമോ പല തരത്തിലുള്ള ഓർഗാനിസത്തിനും ഇപ്പോൾ നിലനിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ഇനിയും നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാവുന്ന അല്ലെങ്കിൽ വംശനാശം സംഭവിക്കാവുന്ന ആനിമൽസിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പറയേണ്ടത്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും പറ്റി. There are many organisms on the verge of extinction due to several reasons. പല കാരണങ്ങളാൽ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിക്കാവുന്ന ഒരുപാട് ഓർഗാനിസംസ്, ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയ്ക്ക് എക്സാമ്പിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറാക്ക ഇൻഡിക്ക അല്ലെങ്കിൽ അശോക മരം എന്ന് പറയുന്ന മരം ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ മരമഞ്ഞൾ, ട്രീ ടർമറിക് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ, അതും വംശനാശ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ മലബാർ സ്യൂവറ്റ് കാറ്റ്, എന്താണ് മലബാർ വെരുക്കെന്ന് പറയുന്നത്, ഇപ്പം വളരെ എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ളത് ഒന്നാണ്. സംരക്ഷിക്കപ്പെട്ട വനങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. കാരണം എന്താണ്? അത് വംശനാശ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ നീലഗിരി താർ, വരയാടുകൾ, ലയൺ ടൈൽഡ് മക്ക, സിംഹവാലൻ കുരങ്ങ്, മലബാർ ഹോൺബിൽ, മലമുഴക്കി വേഴമ്പൾ എല്ലാവരും എന്താണ്? എക്സ്റ്റിങ്ഷന്റെ വക്കിൽ നിൽക്കുന്നവരാണ്. സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ആയി പോവാം, അപ്രത്യക്ഷമായി പോകാം. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. നോക്കാം. IUCN, International Union for Conservation of Nature, is an organization for environmental protection operating in different countries. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. Under the auspices of IUCN, a list of endangered plants and animals is prepared every year. അപ്പോൾ ഈ ഒരു IUCNന്റെ ആഭിമുഖ്യത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട്. ദിസ് ഈസ് നോൺ ആസ് റെഡ് ഡേറ്റ ബുക്ക്. അങ്ങനെ തയ്യാറാക്കുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. സം കൺട്രീസ് പ്രിപ്പയർ റെഡ് ഡേറ്റ ബുക്ക് ഓൺ ദെയർ ഓൺ. ചില രാജ്യങ്ങൾ അവരുടേതായ രീതിക്ക് എന്ത് ചെയ്യാറുണ്ട്? റെഡ് ഡേറ്റ ബുക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. The information in the red data book is helpful to identify the extent of biodiversity depletion and to plan out appropriate conservation activities. അപ്പോൾ ഈ റെഡ് ഡേറ്റ ബുക്കിനെ ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷനെ കുറിച്ച് മനസ്സിലാക്കും. ജൈവ വൈവിധ്യ ശോഷണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് സംരക്ഷണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റെഡ് ഡേറ്റ ബുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ അവിടുത്തെ പ്ലാന്റ്സിനെയും അനിമൽസിനെയും മനസ്സിലാക്കുകയും അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. There are many national and international organizations and legal systems working for the conservation of biodiversity. ജൈവ വൈവിധ്യ മേഖലയെ സംരക്ഷിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ദേശീയ അന്തർദേശീയ സംഘടനകളും നിയമ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. The government conserves bio-rich areas, declaring them as protected areas. എന്താണ് ബയോറിച്ച് ഏരിയാസിനെ, ജൈവ സമ്പന്ന മേഖലയെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് നമ്മുടെ ഗവൺമെന്റ്, സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള കൺസർവേഷൻ മെത്തേഡാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എക്സിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? നോക്കാം. In situ conservation method in which organisms are protected in their natural habitats. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ്? എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അപ്പോൾ രണ്ട് സ്ഥലത്തും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇൻസിറ്റുവിൽ എന്താണ്? സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലകത്ത്, ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. എന്നാൽ എക്സിറ്റു ആവുമ്പോഴോ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവയുടെ പുറത്ത് കൊണ്ടുവന്നിട്ടാണ്, അതായത് നാച്ചുറൽ ഹാബിറ്റാറ്റിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ പുറത്ത് കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നു. ഒരിക്കലും മാറിപ്പോകരുത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്
ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിളുകളെ പറ്റിയാണ്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, വന്യജീവി സങ്കേതം. എന്താണ് പറയുന്നത്? ദീസ് ആർ ഫോറസ്റ്റ് ഏരിയാസ് declared as protected areas to prevent the extinction of wildlife by protecting the ecosystem. ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വനമേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. പേപ്പാറ, പെരിയാർ, വയനാട് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് പേപ്പാറ, പെരിയാർ, വയനാട് എന്നിവ. ഇൻസിറ്റു കൺസർവേഷന്റെ മറ്റൊരു ഉദാഹരണമാണ് നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്സ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഏരിയ. ഒരു മേഖലയിലെ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ആ മേഖലയിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകങ്ങൾ, നാച്ചുറൽ റിസോഴ്സുകൾ, പ്രകൃതി വിഭവങ്ങൾ ആൻഡ് ഓൾസോ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൗമ സവിശേഷതകളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് നാഷണൽ പാർക്കുകളിൽ. പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ഷോല, മതികെട്ടാൻ ഷോല ആൻഡ് പാമ്പാടും ഷോല ആർ ദ നാഷണൽ പാർക്സ് ഇൻ കേരള. കേരളത്തിലെ പ്രമുഖ നാഷണൽ പാർക്കുകളാണ് ഏതൊക്കെ? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ഷോല, മതികെട്ടാൻ ഷോല ആൻഡ് പാമ്പാടും ഷോല. ഓക്കെ, ഇൻസിറ്റു കൺസർവേഷന്റെ മറ്റൊരു ഉദാഹരണമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവ്സ് ആർ ഏരിയാസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക്. പൊതുജന പങ്കാളിത്തത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്ന മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ദീസ് ആർ ഇക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ ദ പോപ്പുലേറ്റഡ് ഏരിയാസ്. ജനവാസ മേഖലയിൽ കാണപ്പെടുന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് പറയുന്നത് ദ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സ്പ്രെഡ് ഓവർ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് മലപ്പുറം ആൻഡ് കോഴിക്കോട് ഈസ് ആൻ എക്സാമ്പിൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇൻസിറ്റു കൺസർവേഷന്റെ മറ്റൊരു ഉദാഹരണമാണ് ബയോസ്ഫിയർ റിസർവുകൾ. ദീസ് ആർ വാസ്റ്റ് റീജിയൻസ് designed with an aim to protect world's important ecosystems, biodiversity and genetic resources. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ബയോഡൈവേഴ്സിറ്റി എന്താണ് ജൈവ വൈവിധ്യത്തെയും ഓൾസോ ജനറ്റിക് റിസോഴ്സ് ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുന്നതിനായി ഉള്ള വാസ്റ്റ് റീജിയനായി വിശാലമായ ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. Biosphere reserves like the Nilgiris and Agasthyarkudam includes areas belonging to Kerala too. അപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് ബയോസ്ഫിയർ റിസർവുകളാണ് അഗസ്ത്യാർകൂടവും നീലഗിരിയും. ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്ന മറ്റൊരു ഉദാഹരണമാണ് സേക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്, കാവുകൾ. ദീസ് ആർ സ്മോൾ ഏരിയാസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റഡ് ഇൻ ദ റീജിയൻസ് ഇൻഹാബിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ജനവാസ മേഖലയിലുള്ള ഒരു ചെറിയ ഭൂപ്രദേശമാണ് അല്ലെങ്കിൽ ജൈവ വൈവിധ്യ മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാവുകൾ എന്ന് പറയുന്നത്. വളരെ ചെറിയ ഭൂപ്രദേശമാണിത്. ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ മെനി ഓഫ് ദീസ് വിച്ച് വെയർ ഹൈലി ബയോറിച്ച് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ്. വളരെ അമൂല്യ ജൈവ സമ്പന്നമായിരുന്ന ഇവിടം ജീവിത സാഹചര്യങ്ങൾ മാറിയതോടുകൂടി ഇവിടെയും നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. only a few are remaining now. വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. Sacred groves play an important role in the conservation of water in the region too. ഈ ഒരു റീജിയനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആര്? സേക്രഡ് ഗ്രൂവ്സുകൾ, കാവുകൾ. അപ്പോൾ നമ്മൾ ഇൻസിറ്റു കൺസർവേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവയുടെ എക്സാമ്പിളുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സുവോളജിക്കൽ ഗാർഡൻ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? സുവോളജിക്കൽ ഗാർഡൻസ് ആർ കൺസർവേഷൻ സെന്റേഴ്സ് where different varieties of animals and protected and housed separately and where necessary arrangements are made available for their reproduction. പ്രത്യേകതരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിക്കുകയും അവയുടെ വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. They also function as conservation centers of organisms which have become extinct in wild. വനാന്തരങ്ങളിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. There are zoological gardens at Trivandrum and Thrissur in Kerala. തിരുവനന്തപുരത്തും തൃശ്ശൂരും നമുക്ക് എന്ത് കാണാൻ കഴിയും? സുവോളജിക്കൽ ഗാർഡൻസ് കാണാൻ കഴിയും. എക്സിറ്റു കൺസർവേഷന്റെ മറ്റൊരു ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ പറയുന്നത് നോക്കാം. These are wild research centers where rare and important plants of diverse species are protected.
ഇതെന്ന് പറയുന്നത് ഒരു റിസർച്ച് സെന്റർ ആണ്. എന്താണ്? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. We can identify many plants and get more information about them by visiting a botanical garden. ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ ഒരു പ്ലാന്റിനെ പറ്റി, ഒരു സസ്യത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നു. ജവഹർലാൽ നെഹ്റു Tropical Botanical Garden and Research Institute at Palod in Trivandrum and Malabar Botanical Garden at Olavanna in Kozhikode are examples. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് പാലോഡ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തെ പാലോടുള്ള JNTBGRA എന്ന് പറയുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും പിന്നെ കോഴിക്കോടുള്ള MBG മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനും ഇതിനൊരു എക്സാമ്പിളുകളാണ്. മറ്റൊന്നാണ് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ദീസ് ആർ റിസർച്ച് സെന്റേഴ്സ് വിത്ത് ഫെസിലിറ്റേറ്റ് ടു കളക്ട് സീഡ്സ് ആൻഡ് ഗമീറ്റ്സ് ടു പ്രിസർവ് ദം ഫോർ എ ലോങ് ടൈം. വിത്തുകളെയും ബീജങ്ങളെയും ഒരുപാട് കാലത്തേക്ക് സംരക്ഷിച്ചു വെക്കുവാനുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓർഗാനിസംസ് ക്യാൻ ബി റീക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദം വെനെവർ റിക്വയർഡ്. നമുക്ക് ആവശ്യമായ സമയത്ത് ഏതൊക്കെ ഓർഗാനിസം ആണോ വേണ്ടത്, അപ്പോൾ ആ ഒരു ഓർഗാനിസത്തിന്റെ സീഡോ അല്ലെങ്കിൽ അവയുടെ ബീജമോ ഗമീറ്റ്സോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ഓർഗാനിസത്തെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പുനർസൃഷ്ടിക്കാൻ കഴിയും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അറ്റ് ട്രിവാൻഡ്രം ഈസ് ആൻ എക്സാമ്പിൾ. തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു എക്സാമ്പിളാണ്. ജീൻ ബാങ്കിനൊരു എക്സാമ്പിളാണ്. അടുത്തതായി പരിസ്ഥിതി സംരക്ഷണ സംഘടനകളെയും സ്ഥാപനങ്ങളെയും പറ്റിയാണ് പഠിക്കേണ്ടത്. നോക്കാം. മെനി ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഡിസൈൻ ആൻഡ് കോർഡിനേറ്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുവാനും ഏകോപിപ്പിക്കുവാനുമായി ഗവൺമെന്റ് തലത്തിലും സർക്കാർ തലത്തിലും അല്ലാതെയും ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. Let us familiarize ourselves with some of the organization and institution at the national and international level. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് IUCN. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. എന്താണ് ഇവിടെ പറയുന്നത്? IUCN is a Switzerland based independent organization working for the protection of biodiversity. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? IUCN എന്ന് പറയുന്നത്. ഇതൊരു സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആര്? IUCN എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സംഘടനയാണ് WWF എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇവിടെ എന്താണ് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് WWF. വേൾഡ് വൈഡ് ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ജൈവ വൈവിധ്യ സംരക്ഷണവും പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളുടെ പൊല്യൂഷൻ, മലിനീകരണവും ചൂഷണവും തടയുക എന്നതാണ്. ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും ഇവയുടെ ചൂഷണവും പൊല്യൂഷനും മലിനീകരണവും തടയുക എന്നതാണ് പ്രധാനപ്പെട്ട WWFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഓൾസോ ഇൻ സ്വിറ്റ്സർലൻഡ്. ഇതും എന്ത് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്? സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് WWF എന്ന് പറയുന്നത്. There are organizations and institutions that work for the protection of nature in our place too. നമ്മുടെ നാട്ടിലും പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരുപാട് സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായും പറഞ്ഞത് 2 കാര്യങ്ങളാണ്, 2 സംഘടനകളാണ്, IUCN-ഉം WWF-ഉം. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും നോക്കിയാലോ. പ്ലാന്റ് സാപ്ലിങ്സ് ആൻഡ് നർച്ചർ ദം. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് ഡയറക്ട്ലി. നമുക്ക് എന്ത് ചെയ്യുക? ഫോറസ്റ്റിനെ കുറിച്ചും വനങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള അറിവുകൾ നാം നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഷെയർ ദ നോളജ് ഗാതേർഡ്. അങ്ങനെ കിട്ടിയ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക, പകർന്നു കൊടുക്കുക. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. നമുക്ക് ചുറ്റുപാടും എന്ത് ചെയ്യുക? ശുചിയാക്കുക, വൃത്തിയാക്കുക. ടേക്ക് പാർട്ട് ഇൻ അവയർനെസ് പ്രോഗ്രാം. ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാവുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇറ്റ്സ് അവർ ഡ്യൂട്ടി to conserve and keep bioresources for future generations. നമ്മുടെ കടമയാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട്, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജൈവ സമ്പത്തും നമ്മുടെ
പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമ തന്നെയാണ്. ഇഫ് വി ഡു നോട്ട് ആക്ട് വിത്ത് ദ റിയലൈസേഷൻ, ഈ ഒരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവർ എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ് വിൽ ബി ഇൻ ദ ഡേഞ്ചർ. നമ്മുടെ നിലനിൽപ്പ് തന്നെ അസാധ്യമായിട്ട് മാറും, നിലനിൽപ്പ് തന്നെ വളരെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണെന്ന് മനസ്സിലായില്ലേ? ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, ഫിഷ്, സീൽ ആൻഡ് ഷാർക്ക്. ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഫുഡ് ചെയിൻ ആണ്. സസ്യപ്ലവകം, ജന്തുപ്ലവകം, മത്സ്യം, സീൽ, സ്രാവ്. ഇങ്ങനെ നൽകിയിരിക്കുന്ന ആഹാര ശൃംഖലയിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് ട്രോഫിക് ലെവൽ ഈസ് ദ സെക്കൻഡറി കൺസ്യൂമർ ഓഫ് ദിസ് ഫുഡ് ചെയിൻ ഇൻക്ലൂഡഡ്? ഈ ആഹാര ശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താവ് എത്രാമത്തെ പോഷണ തലത്തിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ട്രോഫിക് ലെവലായിട്ട് തിരിക്കാം ആദ്യം വരെ. ഓക്കെ, ഇതിന് നമുക്ക് ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് എടുക്കാം. ഫൈറ്റോ പ്ലാങ്ക്ടൺ ഈസ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. ഒന്നാമത്തെ പോഷണ തലത്തിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്, അല്ലെങ്കിൽ എന്താണ്, സസ്യപ്ലവകത്തെ നമുക്ക് ഉൾപ്പെടുത്താം. രണ്ടാമത്തേതിൽ സൂ പ്ലാങ്ക്ടൺ, തേർഡ് ഫിഷ് മത്സ്യം, ഫോർത്ത് സീല് ആൻഡ് ഫിഫ്ത്ത് ഷാർക്ക്. ഓക്കെ, ഇപ്പോൾ ട്രോഫിക് ലെവലായിട്ട് മാറി. ഇവിടെ നൽകിയിരിക്കുന്ന ആദ്യം നമ്മൾ എഴുതുന്നത് ട്രോഫിക് ലെവലാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ചോദ്യം എന്ന് പറയുന്നത് ഏത് ട്രോഫിക് ലെവലാണ് സെക്കൻഡറി കൺസ്യൂമർ ഉൾപ്പെടുന്നത്? നമുക്ക് കൺസ്യൂമേഴ്സിന്റെ കാര്യം നോക്കാം. ആദ്യം നമുക്ക് ഫൈറ്റോ പ്ലാങ്ക്ടൺ. നമ്മളൊരു ഫുഡ് ചെയിൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ആൾ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ ആയിട്ടായിരിക്കും വരുന്നത്. പ്രൊഡ്യൂസർ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നതാണ് ആര്? സൂ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്, ജന്തുപ്ലവകം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി കൺസ്യൂമർ ആരായിരിക്കും? സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഫിഷ് ആയിരിക്കും. ടേഴ്സറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഷാർക്കും സീലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഇൻ വിച്ച് ട്രോഫിക് ലെവൽ, ഏത് ട്രോഫിക് ലെവലിലാണ് സെക്കൻഡറി കൺസ്യൂമർ വരുന്നത്? ഏത് ട്രോഫിക് ലെവലാണ്? തേർഡ് ട്രോഫിക് ലെവലിലാണ് വരുന്നത്. തേർഡ് ട്രോഫിക് ലെവലിലാണ് വരുന്നത്. ആരാണ് അവിടെ വരുന്നത്? ഫിഷ് ആണ് അവിടുത്തെ ട്രോഫിക് ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചോദ്യം, റീറൈറ്റ് ദ ഫ്രൂട്ട് ചെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഓർഗാനിസംസ് ഇൻ ദ തേർഡ് ട്രോഫിക് ലെവൽ ഫിഗേഴ്സ് ഇൻ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ. മൂന്നാം പോഷണ തലത്തിലെ ജീവി രണ്ടാം പോഷണ തലത്തിൽ എത്തത്തക്ക വിധം ആഹാര ശൃംഖലയെ മാറ്റി വരയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി വരയ്ക്കാം? ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എന്താക്കാൻ പറ്റും? ഇതൊരു രണ്ടാമത്തെ അല്ലെങ്കിൽ 4 പേരടങ്ങുന്ന ഒരു ട്രോഫിക് ലെവലാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആഹാര ശൃംഖലയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ നോക്കാം, ഇങ്ങനെ എഴുതാൻ പറ്റും. സൂ പ്ലാങ്ക്ടണെ നമുക്കൊരു പ്രൊഡ്യൂസറായിട്ട് വെക്കാം. സൂ പ്ലാങ്ക്ടണിൽ നിന്ന് ആരാണ്? ഫിഷ്, സീല് ആൻഡ് ഷാർക്ക്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ട്രോഫിക് ലെവലിൽ ആരെ വെക്കാം? സൂ പ്ലാങ്ക്ടണെ വെക്കാം. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ സൂ പ്ലാങ്ക്ടണെ വെച്ചു, അല്ലെങ്കിൽ എന്താണ്, ജന്തുപ്ലവകത്തെ വെച്ചു. രണ്ടാമത്തേൽ നമുക്ക് ആരെ വെക്കാം? സെക്കൻഡിൽ നമുക്ക് ഫിഷിനെ, മത്സ്യത്തെ വെക്കാം. തേർഡ് സീലായിരിക്കും, തേർഡ് ട്രോഫിക് ലെവലിൽ സീൽ ആൻഡ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ ഷാർക്ക് അല്ലെങ്കിൽ സ്രാവ് ആയിരിക്കും. ഇവിടെ നമുക്ക് പ്രൊഡ്യൂസറായിട്ട് സൂ പ്ലാങ്ക്ടൺ ആയിരിക്കും പ്രൊഡ്യൂസർ. ഫിഷ് എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമർ ആയിരിക്കും. സെക്കൻഡറി കൺസ്യൂമർ സീലായിരിക്കും. ആൻഡ് ടേഴ്സറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഷാർക്ക് ആയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ആഹാര ശൃംഖലയെ, ഫുഡ് ചെയിനെ മാറ്റി എഴുതിയാൽ തേർഡ് ട്രോഫിക് ലെവലുള്ള ആളിനെ സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും. അത് ഓക്കെ ആയാ? ഉറപ്പാണ്? തുറ കഴിഞ്ഞാ
എന്താ ചോദിക്ക് ഡേവിഡ് വിളിക്കണ ദേവി ഒന്ന് വന്നേടാ എന്തോ ഡൗട്ടെന്ന്. അവസാനം എടുത്ത സ്ലൈഡൊന്നും സേവ് ആവണില്ല. വന്നാലും മഹാരാജൻ ഒന്നും വേണ്ട. മാരോടല്ലേ കൂട്ട്. ടെക്സ്റ്റില് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തതാരെന്ന് കണ്ടെത്തി അവയുടെ കാരണം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് കോഗ്വ, മലബാർ സിവറ്റ് കാറ്റ്, നീലഗിരി താ, ലയൺ ടൈൽഡ് മസാക്ക. കോഗ, മലബാർ വെരുക്ക്, വരയാട്, സിംഹവാലം കുരങ്ങ് ഇവയിൽ കൂട്ടത്തിൽ പെടാത്തതാരാണ്? നമുക്കറിയാൻ കഴിയും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് കോഗ്വ ആണ്. കാരണം ബാക്കി എല്ലാവരും എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ആൾക്കാരാണ്. എന്നാൽ കോഗ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആയ ആളാണ്. മലബാർ സിവറ്റ് കാറ്റും നീലഗിരി താറും ലയൺ ടൈൽഡ് മസാക്കറും എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന അനിമൽസ് ആണ്. എന്നാൽ ക്വാഗ എന്ന് പറയുന്ന ആ ഒരു വൈൽഡ് സീബ്രയിൽ വരുന്നത് പൂർണ്ണമായും നമ്മുടെ ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർ ആയിപ്പോയ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ അനിമലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്വാഗ്വ ആണ്. ഓക്കെ, ഒന്നിൻ്റെ ആൻസർ ക്വാഗ്വ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇരവികുളം, മതികെട്ടാൻ ചോല, പെരിയാർ ആൻഡ് സൈലന്റ് വാലി ആണ്. ഇവയിൽ കൂട്ടത്തിൽ പെടാത്തതാരാണ്? പെരിയാറാണ്. കാരണം ഇരവികുളം എന്ന് പറയുന്നതും മതികെട്ടാൻ ചോല എന്ന് പറയുന്നതും സൈലന്റ് വാലി എന്ന് പറയുന്നതും നാഷണൽ പാർക്കുകളാണ്. പെരിയാർ എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് സാനിറ്ററിയാണ്, വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരം മനസ്സിലായില്ലേ? ടെക്സ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റീറൈറ്റ് ഇഫ് ദെയർ ആർ എറേഴ്സ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ റെഡ് ഡേറ്റ ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ കുറിച്ചാണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. കാരണം എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിനെ പറ്റിയല്ല, എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പറ്റിയാണ്. എൻഡേഞ്ചേർഡ് ഓർഗാനിസംസ്. അപ്പോൾ ഇതിന് പകരം ഇത് ആഡ് ചെയ്യുക. എൻഡേഞ്ചേർഡ് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ റെഡ് ഡേറ്റ ബുക്ക് എന്നതാണ് ശരിയായ പ്രസ്താവന. കാരണം വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള അനിമൽസിനെയാണ് നമ്മൾ റെഡ് ഡേറ്റ ബുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് WWF is an organization working with the objective of protection of biodiversity. എന്താണ്? ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് WWF എന്ന് പറയുന്നത്. ശരിയോ തെറ്റോ? ഇത് ശരിയായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നോ എറർ ആണ്, ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് എററസ് ഒന്നും ഇല്ല. മൂന്നാമത്തെ എന്ന് പറയുന്നത് ജീൻ ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻസിറ്റു കൺസർവേഷൻ. ജീൻ ബാങ്കുകൾ ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിളുകളാണ്. ആണോ അല്ലയോ? തെറ്റാണ്. ജീൻ ബാങ്ക് എന്ന് പറയുന്നത് എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിളാണ്. എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കുകയോ അല്ലെങ്കിൽ എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് റെഫർ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.